സർദാർ വല്ലഭഭായ് പട്ടേലിന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് നടന്ന ഏകതാ പദയാത്ര ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ വിദ്യാർത്ഥികൾക്ക് ഏകതാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സർദാർ വല്ലഭഭായ് പട്ടേലിന്റെ 150ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് വിവിധ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് തിരുവനന്തപുരം വിവേകാനന്ദ സ്ക്വയറിൽ നിന്ന് ഏകതാ പദയാത്ര ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ചടങ്ങിൽ വി മുരളീധരൻ വിദ്യാർത്ഥികൾക്ക് ഏകതാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തുടക്കമെന്ന രീതിയിലാണ് ഈ പദയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ ഐക്യത്തെയും അഖണ്ഡതയെയും ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം എന്നുള്ള നിലയിലാണ് ഈ പദയാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. ദേശീയ വിദ്യാഭ്യാസ നയം ഇന്ന് വലിയ ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നത്. സർദാർ പട്ടേലിൻ്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സന്ദേശത്തെക്കുറിച്ചും ഉൾപ്പെടെ വേണ്ടത്ര പരിഗണന കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് നൽകപ്പെട്ടിരുന്നില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ളതൊക്കെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ പുതിയ വിദ്യാഭ്യാസ നയം ഉണ്ടാക്കിയിട്ടുള്ളതും ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളതും. അതുകൊണ്ട് വിദ്യാഭ്യാസ നയം ദേശീയ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാനും വളർത്തിയെടുക്കാനും ഉള്ളതാണ് എന്നുള്ളത് തിരിച്ചറിയാൻ കൂടി ഈ സർദാർ പട്ടേൽ ജയന്തി നമ്മളെല്ലാവരുടെയും ഒരു അവസരം തരികയാണെന്നുള്ളതാണ്. പദയാത്രയിൽ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മോഹൻ കുന്നുമലടക്കം നിരവധി പ്രമുഖർ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.